മുനീർ സാഹിബിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറെയും ബന്ധപ്പെട്ടിരുന്നു. അവരുമായിട്ട് ഒരുപാട് സംസാരിച്ചു. മുനീർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി ഏതാണ്ട് 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നതിന് ശേഷവും മുനീർ സാഹിബുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. അത് ഈ നിമിഷം വരെയും ഇനിയും അത് തുടരും. മുനീർ സാഹിബിൻ്റെ ഓരോ കാര്യങ്ങൾ സത്യത്തിൽ വല്ലാതെ മനോവിഷമം ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പിതാവ് CH മുഹമ്മദ് കോയ സാഹിബ് CH മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്നില്ല. മുനീർ സാഹിബും ഒരുപാട് കടക്കാരനാണ്. ഇപ്പോഴും സാമ്പത്തിക ബാധ്യതകൾ വന്നത് അദ്ദേഹം സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നില്ല. ഒരുപാട് നന്മ ഉദ്ദേശിച്ച് നാട്ടുകാരെയും ജനങ്ങളെയും ലക്ഷ്യമാക്കി അദ്ദേഹം ചില സംരംഭങ്ങളൊക്കെ തുടങ്ങി. പ്രത്യേകിച്ച് വാർത്താ വിതരണ പ്രക്ഷേപണ സംപ്രേഷണ രംഗത്ത് വലിയ കാൽവെപ്പുകളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഇന്ത്യ വിഷനൊക്കെ അദ്ദേഹം തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളാണ്. അതിപ്പോഴും തീർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മളുടെ മുൻ മേയർ ഭാസ്കരേട്ടൻ്റെ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ ഭാസ്കരേട്ടൻ അന്ന് ജില്ലാ ബാങ്കിൻ്റെ ഒക്കെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലോൺ കൊടുത്ത കാര്യമൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ മുനീർ സാഹിബ് ഊർജ്ജസ്വലതയോടെ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാവണം. ഞങ്ങൾക്കൊക്കെ CHൻ്റെയും മുനീർ സാഹിബിൻ്റെയും ഒക്കെ പൊതുജീവിതം വലിയ ആശ്വാസവും ആവേശവും നൽകിയിട്ടുള്ളതാണ്. ആ വഴിയിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ തലമുറയിലെ എല്ലാ ആളുകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. അതൊക്കെ ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ പറയുന്നു. ഞാൻ 5 മണിക്ക് പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് ഞാൻ അവിടെ തന്നെ. എന്താ അതൊക്കെ? അതൊക്കെ എത്രയോ കൊല്ലം മുമ്പ് കഴിഞ്ഞതാണല്ലോ. നമുക്ക് നോക്കാം. ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും, അവരുടെ കൂടെ നിൽക്കും. എന്തിന്? ഏത് അന്വേഷണവും അവർ പറയുന്ന അന്വേഷണം നടത്തണമെന്ന് ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ആൾ ഞാനായിരിക്കും. അതെ അതെ അതെ, രേഖകൾ വരട്ടെ. അതൊക്കെ അതെ 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 അതൊക്കെ ഓരോരുത്തരെ കണ്ടാലറിയാം കള്ളനാണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾ എൻ്റെ ഡ്രസ്സ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഞാൻ ബ്രാൻഡഡ് ഷർട്ടാണോ ഉപയോഗിക്കുന്നത്, എൻ്റെ പോക്കറ്റിൽ പിന്നെ എന്താ പറയുക നല്ല വിലപിടിപ്പുള്ള പേനയാണോ ഇരിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന കണ്ണടക്ക് 1,00,000 രൂപയുണ്ടോ, ഞാൻ കെട്ടിയിരിക്കുന്ന വാച്ച് ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണോ, ഇതൊക്കെ നോക്കിയാൽ തന്നെ ഒരാളെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ പരിമിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ വീടും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. വേറൊരാളുടെ പണത്തുമ്മലോ അവരുടെ ഊരമ്പലോ കൂര കെട്ടി താമസിക്കാൻ ഞാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, CHൻ്റെയും മുനീറിൻ്റെയും ഒക്കെ
ഒരു പാരമ്പര്യം, അതാണ് ഞാൻ ഇന്നും പുലർത്തുന്നത്. പുറമോടി തന്നെയാണ് പ്രധാനം. കാരണം അഴിമതി ഉണ്ടാക്കി പണം നമ്മൾ പിന്നെ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ വെക്കുകയല്ലല്ലോ, ആസ്വദിക്കാനും അനുഭവിക്കാനും വെക്കുകയല്ലേ. അപ്പോൾ അവരതെന്തായാലും അനുഭവിക്കും, ഉറപ്പാണ്, ഒരു സംശയമില്ല. അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം തീർച്ചയായിട്ടും അവരെ ഉപയോഗിക്കും, അവരുടെ മക്കൾ ഉപയോഗിക്കും. അവരുടെ മക്കളുടെ ഒക്കെ തന്നെ ജീവിത നിലവാരം നമുക്ക് കണ്ടാലും മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കളെയും നിങ്ങൾ അളന്നോളൂ, അവരൊക്കെ എങ്ങനെയാണ്. ഇപ്പം എൻ്റെ മോളിവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിന് MDക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവളെ പോയിട്ട് നിങ്ങൾ അവളുടെ പിന്നെ അവളെ കണ്ടാലും ഇപ്പോൾ അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കണ്ടാൽ മനസ്സിലാക്കുക ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന്. അപ്പം നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. അല്ല ആത്മവിശ്വാസം മൂപ്പര് നന്നായി പ്രകടിപ്പിച്ചോട്ടെ. മൂപ്പരെ പോലെയാണ് എല്ലാവരും എന്ന് വിചാരിക്കും. മുൻ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ അല്ല എന്ന്, യൂത്ത് ലീഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ. എന്തായിരുന്നു? സീസൺ 2 ലോഡിങ്. അത് ശരി, അത് ഞാനും മറുപടി ഇട്ടിരുന്നു FBയിൽ. കണ്ടോ? ദൃശ്യം 2 എന്ന് പറഞ്ഞ് ഇട്ടിരുന്നോ? അല്ല കണ്ടിരുന്നില്ലേ അത്? അത് കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ഇതൊക്കെ കണ്ടില്ലേ? അറബിയുടെ വേഷത്തിലൊക്കെ ഇങ്ങനെ നിൽക്കണ്. അതെ 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 തീർച്ചയായും. അതൊക്കെ വരട്ടെ. എന്താ പക്ഷേ കഴിഞ്ഞു. ഇന്ന് ഞാൻ 5 മണിക്ക് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ മുതലാളിയാണ്. അദാനിയുടെ പറക്കാതെ പോയ മകനല്ലേ. കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാം. ഉണ്ട് എന്നല്ലേ. ഇത്ര വലിയ ബിസിനസ്സുകാരനാകാനേ IIM-ലൊക്കെ ശരിക്കും ലെക്ചറായിട്ട് പോകണം മൂപ്പര്. കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ പൈസ ഇല്ലാതെ ഇവിടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക, എന്നിട്ട് ഗൾഫ് നാടുകളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുക. അദാനിനൊക്കെ പിന്നിലാക്കും മൂപ്പരെന്ന് എനിക്ക് തോന്നുന്നത്. അദാനിയുടെ പറക്കാതെ പോയ മകൻ കോഴിക്കോട്ടാണെന്ന് പറയുന്നതിൽ കോഴിക്കോട്ടെ പത്രക്കാർക്ക് അഭിമാനിക്കാം. ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അത്രയും ഗംഭീരനായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ. ആരാൻ്റെ ഊരമ്മ കൂര കെട്ടി താമസിക്കാൻ ആർക്കാ വയ്യാത്തത്?